ഇവനെ എന്റെ സ്വഭാവം നിനക്കറിയില്ല. അയ്യോ ഭിത്തി ജോൺ ജോണിനെ ഞാൻ രക്ഷിക്കും. നേരം വെളുത്താന്തോ. അത് ശരി, എന്നെ ഉറക്കിട്ട് ഇവിടെ ഇതാണല്ലേ പരിപാടി. എഴുന്നേറ്റ് പോടാ, ബാക്കിയുള്ളവനെ അസൂയപ്പെടുത്താതെ. എന്നൊന്നും ഇപ്പൊ വെച്ചത് നീ എനിക്ക് ഇവിടെ സമാധാനം തരികയല്ലേ? എല്ലാം കഴിഞ്ഞിട്ട് സമാധാനം തരൂലെന്നാ ഓഫീസിൽ ഇരുന്ന് എന്നെ വിളിച്ചിറക്കൊണ്ട് വന്ന ഈ കുട്ടിയോട്. എന്നാത്തിന്? അതെ, എന്നതാ നിന്റെ ഉദ്ദേശം? എടാ നിനക്ക് മനസ്സിലായില്ലേ, ഇത് മറ്റേ നിർത്തി. ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാ ആത്മാർത്ഥതയുള്ള ഒരു പുരുഷനെ കാണുന്നത്. മരിച്ചു പോയൊരു പെൺകുട്ടിക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്ന ഒരു പുരുഷൻ. രാവിലെ തുടങ്ങുന്ന പ്രേമം വൈകുന്നേരം അവസാനിപ്പിക്കുന്നവരാ മിക്ക ആണുങ്ങളും. എടി പെങ്കൊച്ച, നിന്നോട് ഞാൻ പറഞ്ഞതല്ലോ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിട്ടല്ല, ആത്മഹത്യ ഫീച്ചർ എഴുതാൻ വേണ്ടിട്ടാ നടന്നേന്ന്. ഡേ, അത് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരം ഈ കുട്ടിക്കുണ്ട്. ഇത് ഉദ്ദേശം വേറെയാ. കൂട്ടി ചെന്നോളൂ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. എടാ മണ്ട, അവള് നിന്നെ ആത്മഹത്യന്ന് രക്ഷപ്പെടുത്താൻ നടന്നെന്നാ നിന്റെ വിചാരം? എടാ അവക്ക് നിന്നോട് പ്രേമാ. നീ ഒന്നും പറയണ്ട, അവള് നല്ല കുട്ടിയാ. അത് നിനക്ക് എങ്ങനെ അറിയാം? ഇല്ലെങ്കിൽ ഇന്ന് എന്റെ വലയിൽ അവള് വീഴണ്ടേ? നീ ഇങ്ങനെ സ്ത്രീ വിരോധിയായിട്ട് നടന്നിട്ട് ഒരു കാര്യമല്ല. എന്നായാലും നീ കെട്ടണം. പിന്നെ എനിക്ക് അവളെ അങ്ങോട്ട് കെട്ടിയാൽ ഒരു കുഴപ്പമില്ല. കെട്ടാന്ന് പറയാം അങ്ങോട്ട്. മൊബൈൽ നമ്പറൊക്കെ ഞാൻ വാങ്ങി തരാം. എനിക്ക് അറിഞ്ഞൂടെ കള്ളൻ. ഞാൻ ഏതായാലും നീ ആത്മഹത്യ ചെയ്യാൻ പോയ പാറയിലോട്ട് പോകണം. അവിടെ ആവുമ്പോ ഇവളുടെ ഏതെങ്കിലും കൂട്ടുകാരികൾ വരുമല്ലോ.